ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ദുബായിലെ സ്കൈ ടവറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ സ്കൈ വ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ യൂട്യൂബിൽ. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് സ്കൈ വ്യൂ ടവർ കേട്ടോ. അപ്പം ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഓൾറെഡി വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്തോട്ട് എൻ്റർ ആയി കേട്ടോ. എൻ്റർ ആയി ഇതാ എസ്കലേറ്റർ വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസിന് ഭയങ്കര പേടിയാട്ടോ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടാനെ പിടിച്ചാണ് കയറുന്നത്. ഏത് എസ്കലേറ്റർ കയറാൻ നേരത്തും ചേട്ടാനോട് പറയും എടുക്കേട്ടായി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതാ ടിക്കറ്റ് കൗണ്ടറിൽ പോയി. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ആ എടുത്ത ടിക്കറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ചേട്ടായി എല്ലാം കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടെ ഓരോരുത്തരും നിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവർ ഓരോന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കാണിച്ച് ഞങ്ങൾ ലിഫ്റ്റിൽ കയറുകയാണ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുള്ള ലിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ പോകുന്ന എല്ലാം നമുക്ക് കാണാൻ പറ്റും. മുകളിൽ നിന്ന് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ താഴേന്ന് പൊങ്ങി അതിങ്ങനെ അതിൻ്റെ പൊക്കത്തിനനുസരിച്ച് നമ്മുടെ വ്യൂസിനെല്ലാം മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിലൻ ചേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ അടുത്തോട്ട് നിർത്തരുതെന്ന് ഓൾറെഡി അവർ ഇൻസ്ട്രക്ഷൻ തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അവൻ ഓൾറെഡി എക്സൈറ്റഡ് ആണ്, ഇന്ന് കാണണം. അയാൾ ഭയങ്കര ഉഷാറായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ അവിടെ പോകണം അമ്മ, ഇവിടെ പോകണം, നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടായി അതിനകത്ത് ഗ്ലാസിൻ്റെ ഗ്ലാസ് സ്ലൈഡിനകത്തോട്ട് ഇങ്ങനെ എന്താ പറയുക സ്വൈപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാരും എടുത്തിട്ടില്ല, ചേട്ടായി മാത്രമേ എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടായി എടുത്താൽ മതി, ഞങ്ങളാരും എടുക്കണില്ല, ചേട്ടായി ഒന്ന് എടുത്തോ. എന്നിട്ട് ചേട്ടായി എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ, ചേട്ടായി അതൊന്ന് എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചേട്ടായി അതെടുത്തിട്ട് അതിൻ്റെ അടുത്തോട്ട് കയറുവാണേ. അപ്പോൾ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്, ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ ചേട്ടാ അപ്പോൾ അതൊക്കെ സ്റ്റെപ്പൊക്കെ ചേട്ടാ എന്നോട് ചോദിക്കുന്നുണ്ട്, എടി പേടിയാവണുണ്ട് എനിക്ക്, എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കുറച്ചൊരു ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദാണ്ട പുള്ളിക്കാരൻ ആ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു. ഇത് ബുർജ് ഖലീഫയൊക്കെ കാണാം കേട്ടോ അതിൻ്റെ അടുത്ത്. ബുർജ് ഖലീഫും ബാക്കി സംഭവങ്ങളൊക്കെ കാണാം. അങ്ങനെ ചേട്ടായി ഓൾറെഡി സ്ലൈഡിൽ കയറി. നിങ്ങൾ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്സിനകത്തൊന്ന് കയറി നോക്കണം കേട്ടോ. ജസ്റ്റ് ഒരു 9 സെക്കൻഡിൻ്റെ ഷോർട്സാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് കയറി നോക്കുക. അപ്പോൾ വീഡിയോ നമുക്ക് കാണാം. അത് ഗ്ലാസ് സ്ലൈഡിൽ കൂടെ സ്വൈപ്പ് ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്ലോറിലോട്ട്, ഏറ്റവും മുകളിലാണത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള ഫ്ലോറിലോട്ട് ഞങ്ങൾ ഇറങ്ങി. തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ ഇറങ്ങി കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാഴ്ചകളൊക്കെ കേട്ടോ. മുകളിൽ നിന്നുള്ള വ്യൂവിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണുന്നത് ഒന്നും കൂടി താഴോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ. അവിടെ ഗ്ലാസിൻ്റെ ആ സ്ലൈഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം നിൽക്കാനൊന്നും സ്പേസ് ഇല്ല. അവിടെ അത് ചെയ്യുന്ന ആളെ മാത്രമേ അവർ നിർത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഞാനൊരു 2-3 സെക്കൻഡ് ഞാൻ വേഗം ഒന്ന് ഇങ്ങനെ എടുത്തു. പിന്നെ ആ ഗ്ലാസ് സ്ലൈഡിലോട്ട് പോകുന്ന ആ വീഡിയോ അവർ എടുക്കാൻ സമ്മതിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ട് താഴെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോസൊക്കെ എടുത്തേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗ്ലാസ് വാക്കുണ്ട്, നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടോ. കുഞ്ഞിനാണെങ്കിൽ ഒരു പേടിയില്ല, അവൻ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് താഴെ പോകുന്ന വണ്ടികളെല്ലാം നോക്കുകയാണ് കേട്ടോ. കാറ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടൊരു കാറ് വാങ്ങിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും കാറ് വേണം ആൾക്ക്. അപ്പോൾ കാറ് ഓൾറെഡി കയ്യിലുണ്ട്, അത് വിട്ടിട്ടില്ല. അങ്ങനെ അവൻ ഒരു പേടിയില്ലാതെ ഞങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തല ഇറങ്ങുമായിരുന്നു താഴോട്ട് നോക്കുമ്പോഴത്തേക്ക്. അവനൊരു പേടിയില്ല, അവൻ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് മമ്മീനോട് പറയുന്നുണ്ട്, മമ്മി വാ എന്ന് പറയുന്നുണ്ട്. മമ്മി പറഞ്ഞു എനിക്ക് തല ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നിട്ട് അതിനകത്തോട്ട് ചാടിയാണ് നടക്കുന്നത്. അവനൊരു പേടിയില്ല, താഴോട്ട് നോക്കിയിട്ട് ഭയങ്കര ചിരിയായിരുന്നു. കാരണം നമുക്കറിയാം താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന്. അവനതൊന്നും അതിനെപ്പറ്റി ഒരു ബോധമില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആൾ നല്ല സിമ്പിളായിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് കേട്ടോ. ഇതുണ്ട് അവിടുത്തെ റോഡിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. ഭയങ്കര സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവരവിടെ. അത് മമ്മീനെ അവൻ അതിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് വിളിക്കുകയാണ്, വായോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മമ്മീനെ അതിനകത്തോട്ട് കയറ്റി മമ്മീനെ ഒരു 3-4 ചോട് വെച്ചു കേട്ടോ.
അതാ ചേട്ടായി അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. ഹായ് ഫാമിലി അല്ലേ, വായോ ഫോട്ടോ എടുക്കാം. ഫാമിലി അല്ല, എല്ലാവരും അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അവരുടെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം അവർ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ പോയി നമ്മളതിന് പൈസ കൊടുത്തിട്ട് വേണം നമുക്കത് വാങ്ങിക്കാൻ കേട്ടോ. അത് ഞങ്ങൾ എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒരെണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. ബാക്കി ഇവർ വേണമെങ്കിൽ സോഫ്റ്റ് കോപ്പി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഒറ്റ ഫോട്ടോ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിലൻ്റെ 1-2 ഫോട്ടോസ്, സെപ്പറേറ്റ് ഫോട്ടോസ് ഡിലൻ്റെ എടുത്തു. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ അത് ആ സെയിം വീഡിയോ തന്നെ മുകളിലോട്ട് ഇറങ്ങി പോകുന്ന പോലെ തന്നെ നമ്മൾ താഴോട്ട് വരുന്നു. അപ്പോൾ ഗ്ലാസ്സിൽ കൂടെ നമുക്കതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ കുഞ്ഞൂസ് അങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ, താഴോട്ട് എത്തുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ലിഫ്റ്റൊക്കെ ഓപ്പൺ ആക്കി താഴോട്ട് ഇറങ്ങുവാണ്. ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ഞങ്ങൾ ഓൾറെഡി ലിഫ്റ്റ് ഓപ്പണായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങിനുള്ള ഒരു ചെറിയ ചെറിയ ഷോപ്സ് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എക്സിറ്റിൻ്റെ വേയിലൂടെയാണ് അവർ ഈ ഷോപ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴി നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ ഷോപ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം താഴോട്ട് എത്താറായിട്ടോ. ആക്സിലറേറ്റർ വഴി അവനും ചേട്ടായും കൂടി ആദ്യം ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാനും മമ്മിയും കൂടി ഇറങ്ങി വരുന്നു ഞങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ കയറി വന്ന ആ ഭാഗം തന്നെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൈ വ്യൂ ടവറിൻ്റെ കാഴ്ചകളും സ്കൈ വ്യൂസ് എല്ലാം കണ്ട് അവിടെ നിന്ന് മടങ്ങുവാണേ. അപ്പോൾ നിങ്ങളും സ്കൈ വ്യൂ ടവറിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഒപ്പം നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.